ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് 4 സംഭവങ്ങളാണ് ഞാൻ നട്ടിട്ടുള്ളത്. തക്കാളി, സിൽവർ ബീറ്റ് ചീര, ഗാർലിക്, ക്യുക്കുംബർ. ഓക്കെ, ഇതിനകത്ത് ഇതാണ് ഏറ്റവും വലിയ തക്കാളി ചെടി. ഇതിനകത്ത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളിക്ക് പൂവുണ്ട്, പൂവ് കാണിക്കാം. ഇതാണ് തക്കാളിയുടെ പൂവ്. പിന്നെ ഈ കാണുന്നതെല്ലാം തക്കാളിയാണ്. ഒരു തക്കാളി പാടമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതാണ് സിൽവർ ബീറ്റ് ചീര. ഇവിടെയുള്ള ഒരു ടൈപ്പ് ചീരയാണ്. കറി വെച്ച് നമ്മുടെ നാട്ടിലെ ചീരയുടെ ഏതാണ്ട് അതേ സ്വാദ് തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് ഗാർലിക്. ഞാൻ മേടിച്ച ഗാർലിക് ഇച്ചിരി മുളച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ നട്ടതാണ്, പക്ഷേ വലുതാവുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഈ കാണുന്നതാണ് എൻ്റെ ക്യുക്കുംബർ. ഈ ക്യുക്കുംബറിനകത്ത് സൂക്ഷിച്ച് നോക്കിയത് കണ്ടോ, 1 2 3 എണ്ണം ഉണ്ട്. ഈ കുഞ്ഞി ചെടിയുമ്പോൾ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, അത് പാളിപ്പോയി. അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് വലുതായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തക്കാളിയാണ്, ഇതെല്ലാം തക്കാളിയാണ്, തക്കാളിപ്പാടം. ഇനി ഇത് കൂടാതെ വേറെ 1-2 ചെടിയും കൂടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതൊരു തക്കാളി ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ നട്ടതല്ല, ഇത് ഇവിടെ മുന്നേ താമസിച്ചിരുന്നവരുടെ നട്ടതിൻ്റെ ബാക്കിയോ അങ്ങനെ എങ്ങനെയോ മുളച്ച് വന്നതാണിത്. അതുപോലെ ഇപ്പറേ ഉണ്ട് തക്കാളി. ഈ കാണുന്നത് തക്കാളി ചെടിയാണ്. ഇതൊന്നും ഞാൻ നട്ടതല്ല കേട്ടോ. ഇനി ചീരയാണ്, ഇത് ചീരയാണ്. ഇത് പുല്ലല്ല, ഇത് ചീരയാണ്. അതുപോലെ ഇവിടെയും ചീരയാണ്. ഇത് ഞാൻ നട്ടതല്ല, ഇത് ഇവിടെ തനിയെ വളർന്നു വന്നേക്കുന്നതാണ്. പിന്നെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നതാണ് പയറില്ലേ, പയർ ഞാൻ പാവിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നണില്ല അത് വലുതാവുമെന്ന്. അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് പയർ വലുതാവുന്നൊരു ചാൻസും ഇല്ല. ഇനി ഈ കാണുന്നതാണ് ബ്ലാക്ക്ബെറിയുടെ ചെടിയാണ് കേട്ടോ. ഇത് കണ്ടാൽ ശരിക്കും റോസിൻ്റെ ചെടി പോലെ ഇരിക്കും, മുള്ളും ഇലയുടെ ഷേപ്പൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാൻ റോസാന്ന് ഓർത്തിട്ട് ചട്ടിയിലോട്ട് വെച്ചതാണ്, പക്ഷേ ഇത് റോസല്ല. ജെമിനി പറയുന്നത് ഇത് ബ്ലാക്ക്ബെറി അല്ലെങ്കിൽ റാസ്ബെറി ആണെന്നാണ് കേട്ടോ. അതുപോലെ എൻ്റെ വേറൊരു ചെടിയാണ് ഇത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചെടി വിശേഷങ്ങൾ.